Hello guys, welcome back to our YouTube channel Haripriya Karthik. ഇന്നത്തെ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് തമിഴിൽ കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. ഇന്നത്തെ ഫേവറേറ്റ് ഫുഡ് അതായത് ചിക്കൻ ബിരിയാണിയാണ് നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്. നിങ്ങൾ ഒരിക്കലും പ്രൊഫഷണൽ രീതിയിലൊന്നും വിചാരിക്കില്ല. ഞാൻ പ്രൊഫഷണൽ കുക്കൊന്നുമല്ല. എൻ്റെ ഒരു രീതിയിൽ ഞാൻ ഉണ്ടാക്കുന്ന ഒരു അടിപൊളി ചിക്കൻ ബിരിയാണിയാണ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് പോകുന്നത്. കാർത്തിക്കും ഇഷ്ടപ്പെട്ട ഒരു ചിക്കൻ ബിരിയാണിയാണ് കേട്ടോ. ചെറുപ്പം തൊട്ടേ എന്നോട് എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഫുഡ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും ചിക്കൻ ബിരിയാണിയാണ്. എനിക്ക് ചിക്കൻ ബിരിയാണി രാവിലെ തന്നാലോ ഉച്ചയ്ക്ക് തന്നാലോ രാത്രി തന്നാലോ ഒന്നും കുഴപ്പമില്ല, എപ്പോൾ വേണമെങ്കിലും ഞാൻ കഴിക്കും കേട്ടോ. എൻ്റെ ഒരു ഫേവറേറ്റ് ചിക്കൻ ബിരിയാണിയാണ് പെരുമ്പാവൂർ അപ്സര ഹോട്ടലിലെ ആ ഒരു ചിക്കൻ ബിരിയാണി. അതൊരു ഫേവറേറ്റ് മാത്രമായതുകൊണ്ട് ആ ഒരു ഇപ്പോൾ കറൻ്റ്ലി മാത്രമല്ല, പണ്ട് തൊട്ടേ എനിക്ക് അച്ഛൻ പുറത്തൊക്കെ പോയിട്ട് വരുമ്പോൾ അവിടുന്ന് പാഴ്സലൊക്കെ കൊണ്ടുവരുന്നു. അതുകൊണ്ട് ആ ഒരു നൊസ്റ്റാൾജിക് ആ ഒരു ഫീലും കാര്യങ്ങളും ആ ഒരു ചിക്കൻ ബിരിയാണിയോട് ഉണ്ട്. അങ്ങനെ വീട്ടിൽ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ചിക്കൻ ബിരിയാണി പരീക്ഷണങ്ങളൊക്കെ നടത്താറുണ്ടായിരുന്നു. അങ്ങനെ ചിക്കൻ കറി ഉണ്ടാക്കാൻ വേണ്ടി പഠിച്ചു. പക്ഷെ റൈസ് ഉണ്ടാക്കുമ്പോൾ ഒന്നില്ലെങ്കിൽ കുഴഞ്ഞു പോവും, അല്ലെങ്കിൽ റൈസ് ഒട്ടും വേവത്തൂല. അങ്ങനെയായിരുന്നു ഉണ്ടാവാറ്. അങ്ങനെ ജർമ്മനിയിലോട്ട് വന്നു കഴിഞ്ഞിട്ട് ഇവിടെയും കുറച്ച് പരീക്ഷണങ്ങളൊക്കെ നടത്തി. പക്ഷെ ഇന്നലെ അങ്ങോട്ട് ശരിയാവുന്നില്ല. അങ്ങനെ ഫൈനലി അങ്ങനെ ഉണ്ടാക്കി ഒരു തവണ ചിക്കൻ ബിരിയാണി സെറ്റായി. അപ്പോൾ ആ ഒരു ചിക്കൻ ബിരിയാണിയാണ് പിന്നെ നമ്മൾ കണ്ടിന്യൂസ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ഒട്ടുമിക്ക എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ട ചിക്കൻ ബിരിയാണിയാണ്. അപ്പോൾ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ആ ഒരു ചിക്കൻ ബിരിയാണിയാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു എൻ്റെ ഒരു ഫേവറേറ്റ് ഫുഡല്ലേ ഞാൻ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു വീഡിയോ എടുക്കാമെന്ന്. അങ്ങനെയാണ് ഗൈസ്. അപ്പോൾ നമുക്ക് കിച്ചണിലേക്ക് പോകാം. അപ്പോൾ നമ്മുടെ ചിക്കൻ ബിരിയാണിക്ക് വേണ്ട ഐറ്റംസ് ഒക്കെ ഞാനിവിടെ കട്ട് ചെയ്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. കാരണം വെറുതെ അതിന് സമയം കളയണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാനിവിടെ സവാള, തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളി പേസ്റ്റ് ആക്കി. ഞാൻ പിന്നെ ചിക്കനിലേക്ക് ഉപ്പും മഞ്ഞൾപ്പൊടി, മുളക് പൊടിയും കൂടി മിക്സ് ചെയ്ത് ചിക്കൻ വെച്ചിട്ടുണ്ട് കട്ട് ചെയ്തിട്ട്. അപ്പോൾ ഗായ്സ് ദേ ആദ്യം തന്നെ നമുക്ക് ചിക്കൻ കറി സെറ്റ് ചെയ്യാൻ പോവാണ് കേട്ടോ. അപ്പോൾ പാനിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് കടുക് അതുപോലെ തന്നെ വറ്റൽമുളകും ഇട്ട് കൊടുക്കുന്നുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ പ്രൊഫഷണൽ കുക്കൊന്നുമല്ല. എനിക്ക് ആദ്യമൊക്കെ ഒന്നും ഉണ്ടാക്കാൻ അറിയാൻ പാടില്ലായിരുന്നു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ജർമ്മനിൽ വന്നിട്ടാണ് കേട്ടോ എന്തെങ്കിലുമൊക്കെ ഞാൻ ഒരു വിധത്തിൽ ഒപ്പിക്കാനൊക്കെ പഠിച്ചത്. അതിനു മുന്നേ എനിക്ക് വലിയ കാര്യമായിട്ട് ഒന്നും തന്നെ ഉണ്ടാക്കാൻ അറിയില്ലായിരുന്നു. അങ്ങനെ നമ്മൾ അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളിയും പേസ്റ്റ് ആക്കിയത് അതിലേക്ക് ഇട്ട് കൊടുക്കുവാണ്. കുറച്ചാണ് ഇട്ട് കൊടുക്കുന്നുള്ളൂ. കുറച്ച് ബാക്കി എടുത്ത് വയ്ക്കുന്നുണ്ട്. നമുക്കത് റൈസിന് ആവശ്യമുണ്ട്, ബിരിയാണി റൈസിന് ആവശ്യമുണ്ട്. അങ്ങനെ അത് രണ്ടും കൂടി ഒന്ന് ചെറുതായിട്ടൊരു ബ്രൗൺ കളറ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒന്നാവും. പിന്നെ അതിലേക്ക് സവാള, അരിഞ്ഞു വെച്ച സവാള ഞാനിവിടെ ഏകദേശം ഒരു 2 സവാളയാണ് എടുത്തേക്കുന്നത്. അപ്പോൾ അതും നമുക്ക് ഉപ്പൊക്കെ ഇട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. സവാള ഞാനൊരു നന്നായിട്ട് വഴറ്റുന്നുണ്ട്. അപ്പം അങ്ങനെയാണ് ഉണ്ടാക്കാറ്. പിന്നെ ഞാനിവിടെ ചിക്കൻ ബിരിയാണി ഉണ്ടാക്കുന്നത് രണ്ടും സെപ്പറേറ്റ് ആയിട്ട് ഉണ്ടാക്കിയിട്ട് ഞാൻ പിന്നെ മിക്സ് ചെയ്യാണ് ചെയ്യാറ്. ചിലവരൊക്കെ ഇങ്ങനെ ഉണ്ടാക്കുമ്പോഴേ മിക്സ് ചെയ്ത് ഉണ്ടാക്കാറില്ലേ, ചിക്കനും റൈസും ഒരുമിച്ചിട്ട്. അങ്ങനെ എനിക്കങ്ങനെ ഉണ്ടാക്കാറില്ല. ഞങ്ങൾ ഉണ്ടാക്കുന്ന ഒരു രീതി ഇങ്ങനെയാണ്, സെപ്പറേറ്റ് ആയിട്ട് ഉണ്ടാക്കിയിട്ട് ഞങ്ങൾ ലാസ്റ്റ് ജസ്റ്റ് ഒന്ന് ദം ചെയ്യും. ഇപ്പോൾ ഞങ്ങൾ ഇവിടെ കിട്ടിയത് ബ്രസ്റ്റ് പീസാണ് ചിക്കൻ്റെ. ശരിക്കും നല്ല ടേസ്റ്റ് എന്ന് പറയുന്നത് നോർമൽ ചിക്കൻ്റെ പീസാണ്. അപ്പോൾ ഇത് ഇന്നലെ ഓഫറിൽ കണ്ടതുകൊണ്ടാണ് ഞങ്ങൾ ഈ ഒരു പീസ് എടുത്തത്. ഞങ്ങൾ ഓഫറിൽ കാണുന്നത് നമ്മൾ അതല്ലേ വാങ്ങിക്കുള്ളൂ. അപ്പം അങ്ങനെ അപ്പോൾ ഞാനിപ്പോൾ ഇതേ സവാള വഴറ്റിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ കുറച്ച് നേരം കൂടി മതി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അത്യാവശ്യം വഴന്നിട്ടുണ്ട്, കുറച്ചും കൂടി ആവാൻ. പണ്ടൊക്കെ ഞാൻ കുക്ക് ചെയ്യുമ്പോൾ, അതായത് എനിക്ക് ഒന്നും ഉണ്ടാക്കാൻ അറിയാൻ പാടില്ലായിരുന്നു. ഞാനിവിടെ ജർമ്മനിൽ വന്നിട്ടാണ് എല്ലാ സാധനവും ഉണ്ടാക്കാൻ പഠിച്ചത്. ആകെ അറിയുന്നത് ചിക്കൻ കറി ആയിരുന്നു. പക്ഷേ ഇത് ഇത്രയും നന്നായിട്ടൊന്നും ഉണ്ടാക്കില്ലായിരുന്നു. നേരത്തെ നമുക്കൊരു ഒപ്പിക്കൽ ചിക്കൻ കറി എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അപ്പോൾ ആദ്യമായിട്ട് ഞാൻ കുക്ക് ചെയ്യുമ്പോൾ, അതായത് ജർമ്മനിൽ വന്നിട്ട് കുക്ക് ചെയ്യുമ്പോൾ കാർത്തി എപ്പോഴും എന്നെ ചീത്ത പറയായിരുന്നു. ഞാൻ എപ്പോഴും സവാള നന്നായിട്ട് വഴച്ചൂല. അതിന് മുന്നേ ഞാൻ എല്ലാ പൊടികളും ഇങ്ങനെ എടുത്തിടും. അപ്പോൾ ഇപ്പോൾ ഞാൻ നന്നായിട്ട് സവാളയൊക്കെ വഴറ്റി പിന്നെ അത് കഴിഞ്ഞിട്ടേ പൊടികൾ കാര്യങ്ങളൊക്കെ ചേർക്കുള്ളൂ. അപ്പോൾ അതാണ് ഇത്രയും ടൈം എടുക്കുന്നത്. പക്ഷെ അതാണ് കൂടുതൽ ടേസ്റ്റ്. നന്നായിട്ട് സവാള
വഴറ്റി കറി ഉണ്ടാക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് വരുന്നത്. അപ്പം അതുകൊണ്ടാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു തക്കാളി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ ആ ഒരു തക്കാളിയുടെ പച്ചമണമൊക്കെ പോകുമല്ലോ. അത്യാവശ്യം ചെറിയൊരു പീസിലാണ് കട്ട് ചെയ്തേക്കുന്നത്. ഇപ്പം നമ്മുടെ ഇതേ സവാളയും തക്കാളിയും ഇല്ലേ നല്ല രീതിയിൽ ഇങ്ങനെ ഇതായിട്ട് വന്നിട്ടുണ്ട്. നന്നായിട്ട് മിക്സായി തക്കാളിയൊക്കെ ഇങ്ങനെ ഉടഞ്ഞു. ഇനി ഞാൻ ഇതിലേക്ക് നമ്മുടെ പൊടികൾ ഐറ്റംസ് ചേർക്കുകയാണ്. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, അങ്ങനെ ഐറ്റംസ്. അപ്പം ഞാൻ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ഈ ഞങ്ങളുടെ ഒരു ടെക്നിക്കാണ് കേട്ടോ. ഞങ്ങൾക്ക് ഈ മസാല ചൂടാക്കിയിട്ട് ഇടണം. അപ്പോൾ വെറുതെ 2 പാൻ യൂസ് ചെയ്ത് വെറുതെ പാത്രം കഴുകേണ്ടത് ഞങ്ങൾ മാത്രമാണല്ലോ. അപ്പോൾ ഒരു ഐഡിയ ആണ് ഗൈസ്. നിങ്ങൾ ലോ ഫ്ലെയിമിൽ കുറച്ചാക്കും. എന്നിട്ട് ഈ സവാള തക്കാളിയുടെ മിക്സ് ഞാൻ ഇങ്ങനെ സൈഡിലേക്ക് വെച്ചു കേട്ടോ. സൈഡിലേക്ക് വെച്ചിട്ട് ഈ പോർഷനിൽ നമ്മൾ പൊടികളിടും. എന്നിട്ട് അത് മിക്സ് ചെയ്യാം. അച്ഛന് മല്ലിപ്പൊടിയാണ് കേട്ടോ. മല്ലിപ്പൊടി ഞാൻ ഒരു 2.5 ടീസ്പൂൺ ഇടുന്നുണ്ട്. ഞങ്ങളിത് നോർമൽ ചിക്കൻ കറി ഉണ്ടാക്കുന്ന പോലെയാണ് കേട്ടോ ചിക്കൻ കറി ഉണ്ടാക്കുന്നത്. സെപ്പറേറ്റ് ബിരിയാണി ആയതുകൊണ്ട് അങ്ങനെ വേറെ ഉണ്ടാക്കുന്നു അങ്ങനെയല്ല. ചിക്കൻ കറി എപ്പോൾ ഉണ്ടാക്കിയാലും ഇങ്ങനെ തന്നെയാണ് ഉണ്ടാക്കുന്നത്. വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ നമ്മളിത് മിക്സ് ചെയ്യും. അങ്ങനെ ആവശ്യമുള്ള മാത്രം മിക്സ് ചെയ്യും. കുറച്ച് മതി. മഞ്ഞൾപ്പൊടി ഒരു കുറച്ച് കേട്ടോ. മഞ്ഞൾപ്പൊടി ഒരു 1/2 ടീസ്പൂൺ. ഇനി നമ്മുടെ മുളക് പൊടി ഇട്ട് കൊടുക്കാം. അതൊരു 1/2 ടീസ്പൂൺ ഇടുന്നുണ്ട്. എരിവനുസരിച്ച് ഞങ്ങൾക്ക് കുറച്ച് എരിവ് എനിക്ക് വേണം, പക്ഷെ കാർത്തിക്ക് ഒട്ടും എരിവ് പറ്റില്ല. അപ്പം ഞാൻ അതനുസരിച്ച് എരിവില്ല എരിവുണ്ട് എന്നുള്ള രീതിയിലാണ് മുളക് പൊടി ഇടുന്നത്. ഇത് ചിക്കൻ മസാലയാണ്. അത് കുറച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് ചിക്കൻ മസാല. നമ്മുടെ വീടിൻ്റെ അടുത്ത് ഇങ്ങനെ പൊടിപ്പിക്കണ സ്ഥലമല്ലേ പൊടികളൊക്കെ, അതുകൊണ്ട് അതാണ് ഈ ഒരു കളറ്. പൊടിപ്പിക്കണ സ്ഥലത്ത് നിന്ന് വാങ്ങിച്ചതാണ്. ഇതെന്താ ഗരം മസാല കുറച്ച് ഒരു 1/2 ടീസ്പൂണൊക്കെ. ഇത്രയും സാധനങ്ങളാണ് നമ്മൾ ആഡ് ചെയ്യുന്നത്. അപ്പം ഈ പൊടിപ്പിക്കണ മുളക് പൊടിയും ഇതൊക്കെ ആയതുകൊണ്ട് അതിൻ്റേതായ പ്രത്യേക ഒരു ടേസ്റ്റ് ഉണ്ട്. നമ്മൾ സാധാ പാക്കറ്റിൽ നിന്ന് വാങ്ങിക്കുമ്പോഴും ഞങ്ങളിപ്പോൾ നാട്ടിൽ നിന്ന് വരുമ്പോൾ ഇങ്ങനത്തെ സംഭവമാണ് കൊണ്ടുവരുന്നത്. പൊടിപ്പിച്ച് ആയിട്ടുള്ള പൊടികളാണ് തന്നെ. അതാകുമ്പോൾ പ്രത്യേക ഒരു ടേസ്റ്റ് ഉണ്ട്. ചൂട് ആക്കും ഈ ഒരു മസാല. എന്നിട്ടാണ് സവാളയായിട്ട് മിക്സ് ചെയ്യുന്നത്. അങ്ങനെ ഇപ്പോൾ മസാല അത്യാവശ്യം ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സവാള തമ്മിൽ മിക്സ് ചെയ്യാം. മസാല നന്നായിട്ട് മിക്സായി. ഇനി നമുക്ക് ഇതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. ഇപ്പം ഞാൻ ചിക്കൻ ആഡ് ചെയ്ത് കൊടുത്തു. ഇത് ഈ ഒരു പീസ് ആയതുകൊണ്ടാണ് ഞാൻ നേരത്തെ ഫ്രൈ ചെയ്യാണ്ടിരുന്നത്. കാരണം ഈ ഒരു ബ്രസ്റ്റ് പീസ് പെട്ടെന്ന് ചിക്കൻ്റെ കുക്കാവുമല്ലോ. അപ്പോൾ മറ്റേ നോർമൽ നമ്മുടെ ബോണൊക്കെ ഉള്ള പീസ് വാങ്ങിക്കുമ്പോൾ ഫ്രൈ ചെയ്തിട്ട് ചിക്കൻ കറി ഉണ്ടാക്കുകയാണെങ്കിൽ ഒരു പ്രത്യേക ഒരു ടേസ്റ്റാണ്. അതുപോലെ തന്നെ ഈ മസാല ഒന്ന് ചൂടാക്കിയിട്ട് ചേർക്കുമ്പോൾ ആ കറി അടിപൊളി ടേസ്റ്റാണ്. ചിക്കൻ മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പം ഞാൻ കുറച്ച് വെള്ളം ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അടച്ച് വെച്ചിട്ട് കുറച്ച് നേരം ഒന്ന് കുക്ക് ചെയ്യാം. ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട്. അപ്പം ഞാൻ ദേ കുക്കർ വെച്ചു കേട്ടോ. കുക്കറിൽ നമുക്ക് ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇത് നെയ്യാണ് കേട്ടോ. ഇത് നാട്ടിൽ നിന്ന് അമ്മ ഉണ്ടാക്കിയ നെയ്യാണ്. അതുകൊണ്ട് അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നല്ല സ്മെല്ലുമാണ്. അപ്പോൾ ഇത് വെച്ചിട്ടാണ് നമ്മളിന്ന് ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഇത് വേണം. റൈസിന് ആവശ്യമുള്ള സാധനങ്ങൾ ഞാൻ കാണിച്ചു തരാം. പിന്നെ കാഷ്നട്ട് നമുക്ക് ഇത് റോസ്റ്റ് സ്വീപനാണ്. ഇത് നമ്മുടെ ഉള്ളിയൊക്കെ നമ്മൾ നെയ്യിൽ ഒന്ന് വറുത്തിട്ടിട്ടില്ലേ, അതിൻ്റെ സെയിം ടേസ്റ്റാണ്. കുറച്ചുകൂടി ക്രിസ്പി ആയിട്ടുള്ളതാണ്. ഇവിടെ ഇങ്ങനെ വാങ്ങിക്കാൻ കിട്ടും. ഇവിടുത്തെ ഫുഡിനൊക്കെ ആഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ഞാൻ ഇതാണ് യൂസ് ചെയ്യുന്നത്. ഇതിൻ്റെ ഇത് എടുക്കാം, കാരണം ഇത് ഞാൻ കുറച്ച് യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് തീർത്തിട്ട് നമുക്ക് എടുക്കാം. ഇത് യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ കാഷ്നട്ട്, പിന്നെ മഞ്ഞൾപ്പൊടി കുറച്ച് എടുത്തിട്ടുണ്ട് ഒരു കളറ് കിട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ ഗരം മസാലയും മറ്റേ പെരിഞ്ജീരകമില്ലേ അതും യൂസ് ചെയ്യുന്നുണ്ട്.
ഇത്ര സംഭവങ്ങളുള്ളൂ കേട്ടോ. സിമ്പിൾ സാധനങ്ങളാണ്. വലിയ കുറേ ഐറ്റംസ് ഒന്നും ഞാൻ ആഡ് ചെയ്യുന്നില്ല. ഇപ്പോൾ നമ്മുടെ കുക്കർ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഒരു 2-2.5 ടീസ്പൂൺ നെയ്യ് ഇട്ട് കൊടുക്കാം. നെയ്യിൽ ഉണ്ടാക്കുമ്പോഴാണല്ലോ ഒരു ടേസ്റ്റ് വരിക. ഇത്രയും ഇടുന്നുണ്ട്. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇവിടെ ഇരിക്കുന്നുണ്ട് റൈസിനുള്ളത്. അയ്യോ, വേറെ മെയിൻ സാധനം വന്നു. പട്ട, ഗ്രാമ്പൂ സ്റ്റാർ പറഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ സിനമൺ സ്റ്റിക്ക് ഒരെണ്ണം പറയുക, ഗ്രാമ്പൂ എന്നല്ലേ ഈ സംഭവം ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ ഒരു ബേ ലീവ്സ് ആഡ് ചെയ്ത് കൊടുക്കാം. അത് ഞാൻ കീറിയിട്ട് ആഡ് ചെയ്യണേ. കറിക്ക് വേണ്ടി എടുത്തല്ലോ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, അത് ഇട്ട് കൊടുക്കാം. കുറച്ചിട്ടാൽ മതിട്ട്, ഒരു ടീസ്പൂണൊക്കെ മതിയാവും. കുറച്ച് ഗരം മസാല ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഈ ഒരു റോസ്റ്റ് സ്വീറ്റൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനെല്ലാം പൊതുവെ ഒരുമിച്ചാണ് കേട്ടോ ഇതൊക്കെ ഇടാറ്. ഇത് നല്ല ടേസ്റ്റ് ഈ സാധനത്തിന്. അപ്പം അതൊന്ന് ആഡ് ചെയ്തിട്ട് മിക്സ് ചെയ്യാം. കുറച്ച് മതി, കാരണം ഒരു കളറിന് വേണ്ടി മാത്രം ചേർക്കുന്നത്. മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്യാം. അപ്പം നമ്മളിപ്പോൾ 1 ഗ്ലാസ്സാണ് അരി എടുത്തേക്കുന്നത്. അതുകൊണ്ട് തന്നെ 1.5 ഗ്ലാസ്സാണ് വെള്ളം ആഡ് ചെയ്യേണ്ടത്. അപ്പോൾ അത് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. 1.5 ഗ്ലാസ് വെള്ളം ഒഴിച്ചു. ഈ വെള്ളം അല്ലെങ്കിൽ കുറച്ച് പാലും ഇതിൻ്റെ കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ടേസ്റ്റ് ഉണ്ട് കേട്ടോ. വെള്ളം മാത്രമേ ഇപ്പോൾ ആഡ് ചെയ്യുന്നുള്ളൂ. വെള്ളം മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഈ വെള്ളത്തിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ചിക്കൻ കറി ഇവിടെ ഓൾമോസ്റ്റ് റെഡി ആയിട്ട്. അപ്പോൾ ഉപ്പ് ആവശ്യത്തിന് നമുക്ക് ഇട്ട് കൊടുക്കാം. ഉണ്ടോന്ന് നോക്കട്ടെ. കുറച്ചും കൂടി പോവാം. ഈ അരി ഇരുന്ന് തിളയ്ക്കണ സമയം കൊണ്ട് നമുക്ക് നമ്മുടെ കാഷ്യൂനട്ട് റെഡി ആക്കിയാലോ. നമ്മുടെ ചിക്കൻ കണ്ടോ ഗൈസ്, ഓൾമോസ്റ്റ് നല്ല രീതിയിൽ തിക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനി ചിക്കൻ ഇവിടെ കിടന്ന് നമുക്കൊന്ന് അടച്ചു വെക്കാം. മതി. ബിരിയാണിയുടെ നമ്മുടെ റൈസിൻ്റെ വെള്ളം ഇങ്ങനെ തിളയ്ക്കുന്നുണ്ട്. നമുക്ക് അരി ഇട്ട് കൊടുക്കാം കേട്ടോ. കാഷ്നട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സംഭവമാണ് കേട്ടോ. ആഡ് ചെയ്യാം. എൻ്റെ അച്ഛന് ഭയങ്കര ഇഷ്ടമുള്ള സംഭവമാണ് കാഷ്നട്ട്. അച്ഛൻ ചുമ്മാ എടുത്ത് തന്നുകൊണ്ടിരിക്കും. അച്ഛൻ ഈ ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അച്ഛാ കാഷ്നട്ട് ഇതിങ്ങനെ പിടിക്കാനുള്ളതുകൊണ്ട് നമുക്ക് ഇങ്ങനെ ഇളക്കണ്ട. ഇപ്പോഴത്തെ റൈസിൻ്റെ അവസ്ഥ ഇതാണ് കേട്ടോ. നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. വെള്ളമൊക്കെ പറ്റി പറ്റി പോണു. ആ ഒരു നെയ്യിൽ കാഷ്നട്ട് മുന്തിരി ഉണ്ടായിരുന്നെങ്കിൽ അതും ഇടായിരുന്നു. പക്ഷെ മുന്തിരി ഇല്ല ഗൈസ്. ഇത് ആവട്ടെ, വെയിറ്റ് ചെയ്യാം ഗൈസ്. ഇപ്പം നമ്മുടെ റൈസ് വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ കുറച്ചെടുത്ത് മാറ്റി വെച്ചു. കാരണം ഇതിലേക്ക് ചിക്കൻ ആഡ് ചെയ്തിട്ട് നമ്മൾ വീണ്ടും റൈസ് ഇടും. എന്നിട്ട് കുറച്ചൊരു 10 മിനിറ്റ് നമുക്ക് മാറ്റി വയ്ക്കാം. ഇട്ട് കൊടുക്കാം. കറി നമ്മൾ വെച്ചു. ഇനി നമുക്ക് ഈ ബാക്കിയുള്ള റൈസും കൂടി ഇതിൻ്റെ ടോപ്പിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മളങ്ങനെ കുറച്ച് ആ ഒരു സ്വീപനും ആ ഒരു ഫ്രൈഡ് ഒണിയനും കാഷ്നട്ടും ഇട്ടു. ഇനി നമുക്ക് കുക്കർ അങ്ങോട്ട് അടിച്ച് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒരു 10 മിനിറ്റ് വെയിറ്റ് ചെയ്യാം. അത് പറ്റുന്നുള്ളത് ഓക്കെ. കുക്കർ സെറ്റ് നമുക്ക് എന്താ പറയാത്ത ഓക്കെ. നമ്മൾ കുക്കറിൽ വെച്ചല്ല ഉണ്ടാക്കുന്നത്. പക്ഷേ എന്നാലും ഒന്ന് കുക്കാവാൻ വേണ്ടിയിട്ട് മാത്രം ഒരു 10-15 മിനിറ്റ് ഉള്ളിൽ കിടന്ന് ഒന്ന് സെറ്റ് ആവട്ടെ. അപ്പോൾ ആ ഒരു ചിക്കൻ്റെ ഒരു ഗ്രേവിയിൽ നമ്മുടെ റൈസൊക്കെ ഒന്ന് അടിപൊളി ആ ഒരു ടേസ്റ്റി ആവും എന്നാണ് എൻ്റെ പ്രതീക്ഷ. ഓക്കെ. നമ്മൾ മണി പ്ലാന്റ് കുറച്ചൊന്ന് മാറ്റി നട്ടാണ്. ഇത് വാടിപ്പോന്ന് തോന്നുന്നു മിക്കവാറും. കാരണം കണ്ട ഇലയൊക്കെ വാടി നന്നായി മതിയായിരുന്നു. കാരണം കുറേ മണി പ്ലാന്റ് ആണെങ്കിൽ നല്ല ഭംഗിയല്ലേ. നമ്മൾ പുതിയതായിട്ട് വാങ്ങിച്ചൊരു ചെടിയാണ് ഗൈസ്. ഇങ്ങനെ ഉണ്ടെന്ന് പറയും. അടിപൊളിയല്ലേ, നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. സ്നേക്ക് പ്ലാന്റ്
എൻ്റെ ഇത് ഏതോ കാട്ടിലെ ചെടിയാണ്. എനിക്കിവിടെ സീഡ് കിട്ടിയപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഉണ്ടായതാണ്. പക്ഷെ ഉണ്ടായി വന്നപ്പോഴാണ് ഗൈസ് മനസ്സിലായത് ഏതോ കാട്ടിലെ ചെടിയാണ്. ഇതിൻ്റെ പൂവൊക്കെ കണ്ടോ, ഒരു കാട്ടിലെ മണാണ് ഇതിൻ്റെ ഇലയ്ക്ക്. ഫുൾ കിച്ചണിലാണ് വെച്ചേക്കുന്നത്. കാരണം ഇവിടെ ഒരു വലിയൊരു ജനലുള്ളതുകൊണ്ട് നമ്മൾ ഈ ഒരു ജനൽ കർട്ടനൊന്നും ഇടാറില്ല. കർട്ടൻ ഇല്ല ഇവിടുത്തെ ജനലിലൊന്നും. അപ്പോൾ ഇവിടെ ഓപ്പണായിട്ട് ഇപ്പോഴും കിടക്കണോണ്ട് അത്യാവശ്യം സൂര്യപ്രകാശമൊക്കെ കിട്ടുമല്ലോ ഇതുങ്ങൾക്ക്. അങ്ങനെ നമുക്കിനി ഈ പാത്രങ്ങൾ കഴുകണം. ഇവിടെ കുറച്ച് പാത്രങ്ങളുണ്ട്, അതൊക്കെ ഒന്ന് സെറ്റ് ചെയ്യണം. കാർത്തി വരാറായിട്ടുണ്ട്, അപ്പോൾ നമുക്കൊന്ന് സെറ്റ് ചെയ്തെടുക്കാം. നമ്മൾ ഈ ഒരു ബിസ്ക്കറ്റൊക്കെ ഒരെണ്ണം കഴിച്ച് തീർക്കുമ്പോഴത്തേക്കും നമ്മുടെ ബിരിയാണി സെറ്റാവും. നമുക്കൊരു ബിസ്ക്കറ്റ് എടുത്ത് കഴിക്കാം. കുക്കർ കുറച്ച് നേരമായിട്ട് ഇങ്ങനെ അടഞ്ഞ് തന്നെ ഇരിക്കുകയാണ്. നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ടേസ്റ്റ് ചെയ്ത് നോക്കാം. കുറെ നാളെ നമ്മൾ ഉണ്ടാക്കിയിട്ട് അപ്പൊ ടച്ച് ഇടയ്ക്കിടയ്ക്ക് വിട്ടു പോകുന്നതുകൊണ്ട് ഡൗട്ട്. അപ്പൊ നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്ക്. ആ ചിക്കന്റെ പീസും ആ റൈസും കൂടി ചേർക്കുക, കുറച്ച് മീനച്ചാറും കൂടി ചേർത്ത് വയ്ക്കുക, എന്നിട്ട് കഴിക്കുക. ഞാൻ ഉണ്ടാക്കിയോണ്ട് പറയില്ല, നിങ്ങൾ ശരിക്കും ഞാൻ തളർന്നതാണ്. പക്ഷെ നല്ല കഴിച്ചു, നല്ല അടിപൊളി ടേസ്റ്റ് ആണ്. സാധാരണ നോർമൽ ഞാൻ ഉണ്ടാക്കുമ്പോൾ എനിക്കിങ്ങനെ ഇഷ്ടപ്പെടാറില്ല. ചില സമയത്ത് നല്ലതായിരിക്കും, ചില സമയത്ത് ശരിയാവില്ല. ഇതൊന്നും ഞാൻ വീഡിയോ എടുക്കണോണ്ടായിരിക്കും ഞാൻ എല്ലാം നോക്കിയാണ് എല്ലാം ഇട്ടതൊക്കെ. പക്ഷെ നിങ്ങൾ എന്തായാലും ഇത് ട്രൈ ചെയ്യണം. ഭയങ്കര സിമ്പിൾ അല്ലേ? ചിക്കൻ കറി ഉണ്ടാക്കുക, റൈസ് ഉണ്ടാക്കുക, എന്നിട്ട് അതുകൂടി മിക്സ് ചെയ്ത് ഒരു 15 മിനിറ്റ് കഴിക്കുക. സിമ്പിൾ. റൈസ് ഉണ്ടാക്കാൻ ഭയങ്കര സിമ്പിൾ. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്തേ പറ്റൂ. ചെറുമേലിന്റെ കളർക്കൊക്കെ എന്തായാലും കിട്ടുന്ന ഐറ്റംസ് ഒക്കെ വെച്ചിട്ട് ഉണ്ടാക്കിയാണ്. നാട്ടിൽ എന്തായാലും കിട്ടും. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഗൈസ് ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. സ്റ്റേ ട്യൂൺ. ബൈ. സത്യസന്ധമായിട്ട് പറഞ്ഞു കൊടുക്കുക എങ്ങനെയുണ്ടെന്ന്. നല്ല ടേസ്റ്റല്ലേ? സൂപ്പറാണ്. ഇത്ര നാളായില്ലേ ബിരിയാണി കഴിച്ചിട്ട്. ഗൈസ് എന്താണെന്ന് ഗൈസ് ഞാൻ പോവാ.